തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ താനല്ല ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയതെന്ന് അമ്മാവൻ ഹരികുമാർ. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് പ്രതി ഹരികുമാർ കോടതിയിൽ കുറ്റം നിഷേധിച്ചത്. ഇതോടെ ഈ കേസിൽ വീണ്ടും വെട്ടിലായിരിക്കുന്നത് ബാലരാമപുരം പോലീസാണ്. പ്രതിക്ക് മാനസിക രോഗമുണ്ടോ എന്ന് പരിശോധിക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. തുടർന്ന് മാനസിക രോഗ വിദഗ്ധന്റെ സഹായം തേടാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. അതേസമയം പ്രതി ഹരികുമാർ കുറ്റം നിഷേധിച്ച സ്ഥിതിക്ക് ഈ കൊലപാതകം ചെയ്തത് ആരായിരിക്കും എന്ന ചോദ്യവും ഉയരുകയാണ്. ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മ ശ്രീതുവാണോ ഈ കൊലപാതകം ചെയ്തത് എന്ന ചോദ്യവും ഉയരുന്നു. ഇതിനിടെ പ്രതിയെ നയിച്ചത് സഹോദരിയോടുള്ള കടുത്ത വിരോധമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കുഞ്ഞിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങി തന്നോട് സ്നേഹം കുറഞ്ഞുവെന്നാണ് പ്രതിക്ക് തോന്നിയത്. കുഞ്ഞിന്റെ കരച്ചിൽ പ്രതിക്ക് അരോചകമായി മാറിയെന്നും പരസ്ത്രീ ബന്ധം സഹോദരി വിലക്കിയതുമൊക്കെ ഹരികുമാറിന് വിരോധത്തിന് കാരണമായെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ ഹരികുമാറിനെ ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രതിയെ നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിലാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ SP K സുദർശനൻ പറയുന്നത്. അതായത് ഹരികുമാറിന്റെ മൊഴിയിൽ സ്ഥിരതയില്ലെന്നും ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല പ്രതി പിന്നീട് പറയുന്നതെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നതായിട്ട് പ്രതി പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാത്രമല്ല കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണ് എന്ന് തന്നെ ഹരികുമാർ സമ്മതിച്ചിരുന്നു. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ ഹരികുമാർ കുറ്റം നിഷേധിക്കുകയാണ് ചെയ്തു എന്നും പോലീസ് വ്യക്തമാക്കുകയാണ്. അതേസമയം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നാടിനെ നടക്കുന്ന സംഭവം ഉണ്ടായത്. പുലർച്ചെ 6 മണിയോടെ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കിണറ്റിലിട്ടു കൊലപ്പെടുത്തുകയായിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ഹരികുമാറിന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും അതിന്റെ പേരിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഹരികുമാറിന്റെ സഹോദരിയോടുള്ള വൈരാഗ്യമാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഹരികുമാർ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ ശ്രീതു ചെയ്തു കൊടുക്കാതിരുന്നതാണ് ഈ വൈരാഗ്യത്തിന് കാരണമെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇവർ തമ്മിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിരുന്നു. കൊലപാതകത്തിൽ ശ്രീതുവിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതും പോലീസ് തേടുകയാണ്. ഇക്കാര്യത്തിലും കാര്യമായി മുന്നോട്ട് പോകാൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല. അതേസമയം സഹോദരിയോടുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് ഹരികുമാർ മൊഴി നൽകിയത്. ഇതും തെളിയിക്കാൻ ഇപ്പോൾ പോലീസിന് പ്രയാസമായിരിക്കുന്നു. സഹോദരനോട് തനിക്ക് മൂത്ത മകനോടെന്ന പോലെ സ്നേഹമായിരുന്നു എന്നാണ് ശ്രീതുവിന്റെ മൊഴി. ഇരുവരുടെയും വാട്സ്ആപ്പ് ചാറ്റുകളും രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം തെളിയിക്കുന്നതാണെന്നും ഈ ചാറ്റുകളിൽ പലതും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അവ കൂടി വീണ്ടെടുത്താൽ മാത്രമേ പോലീസ് സംശയിക്കുന്ന ചില കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശ്രീതുവും ഹരികുമാറും ഒരേ വീട്ടിൽ 2 മുറികളിലിരുന്ന് പരസ്പരം ചാറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹരികുമാറിന്റെ മൊഴി കണക്കിലെടുത്താൽ ഇത്രയും അടുത്ത ബന്ധമുണ്ടായിരുന്നവർ തമ്മിൽ ശത്രുതയിലായി എന്ന് തെളിയിക്കേണ്ടി വരുമെന്നും പോലീസ് പറയുകയാണ്. അങ്ങനെ ഒരു ശത്രുത ഉണ്ടായെങ്കിൽ അതിന്റെ കാരണം പോലീസ് മൊഴികളിൽ നിന്ന് വേർതിരിച്ചെടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ഹരികുമാറിന് 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. എന്നാൽ ശ്രീതുവിന് 12ാം ക്ലാസ് വരെ പഠിച്ചു. അതേസമയം ശ്രീതുവിന്റെ പണമിടപാടുകളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദേവേന്ദു കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ സൂക്ഷിച്ച 30 ലക്ഷം രൂപ കാണാനില്ല എന്ന പരാതിയുമായിട്ടായിരുന്നു ശ്രീതു ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെത്തിയത്. എന്നാൽ തെളിവുകളൊന്നുമില്ലാത്ത ആരോപണമായതുകൊണ്ട് തന്നെ പോലീസ് തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് ഈ പരാതി പിൻവലിക്കപ്പെട്ടു. ദേവേന്ദു കൊല്ലപ്പെടുന്നതിന്റെ തലേന്നാണ് ഈ പരാതി പിൻവലിച്ചിരിക്കുന്നത്. ഇതിലെല്ലാം തന്നെ പോലീസ് ദുരൂഹത കാണുന്നുണ്ട്. മാത്രമല്ല ജ്യോതിഷ്യ ദേവിദാസൻ എന്ന പ്രദീപിന് താൻ വലിയൊരു സംഖ്യ കടം നൽകിയിരുന്നതായിട്ടും ശ്രീതു പറഞ്ഞിരുന്നു. വീട് വാങ്ങാനെന്ന പേരിൽ പല ഘട്ടങ്ങളിലായി ഇയാൾ 36 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് ശ്രീതു പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഈ ആരോപണമാകട്ടെ ദേവിദാസൻ നിഷേധിക്കുകയും ചെയ്തു. തനിക്ക് ശ്രീതുവുമായി അത്തരമൊരു ഇടപാടുകൾ ഒന്നും ഇല്ല എന്ന് തന്നെ പറയുകയാണ്. മാത്രമല്ല ഹരികുമാർ തനിക്കൊപ്പം ജോലി ചെയ്തിരുന്നുവെന്നും അയാൾ പറഞ്ഞിരുന്നു. ഹരികുമാറിന്റെ ശമ്പളം വാങ്ങിക്കാൻ അമ്മയും ശ്രീതുവുമാണ് എത്തിയിരുന്നു എന്ന വിവരങ്ങളായിരുന്നു ദേവിദാസൻ പുറത്തുവിട്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.